ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസനം കേരളത്തിൽ നടക്കുന്ന സമയത്ത് പല അങ്ങാടികളും നമുക്ക് ഓർമ്മകളായിക്കൊണ്ടിരിക്കട്ടോ. അതിലൊരങ്ങാടിയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലടുത്ത് എടരിക്കോട് ടൗൺ. നിങ്ങൾക്കറിയാലോ, കോട്ടക്കൽ ഒരു ബൈപ്പാസ് വരുന്നുണ്ട്. പാലച്ചിറമാട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് ചെനക്കൽ ഭാഗത്താണ്. അപ്പം എടരിക്കോട് ടൗണും അതുപോലെ തന്നെ ചങ്കുവെട്ടി ടൗണും പൂർണ്ണമായിട്ട് ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടക്കൽ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എടരിക്കോട് ജംഗ്ഷൻ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷൻ തന്നെയാണ്. പക്ഷേ ഈ ബൈപ്പാസ് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ എടരിക്കോട് ജംഗ്ഷനിൽ കൂടെ ഒന്നും കടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. ദീർഘദൂര വാഹനങ്ങൾ പൂർണ്ണമായിട്ട് പിന്നീട് ദേശീയപാത 66 കോട്ടക്കൽ ബൈപ്പാസിൽ കൂടെയാണ് കടന്നു പോവുക. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവി തലമുറകളുണ്ട്, അവർക്ക് ഈ കോട്ടക്കലും അതുപോലെ തന്നെ ചങ്കുവെട്ടി എടരിക്കോടൊന്നും അറിയുകയില്ല. അവർക്ക് നേരെ 6 വരിപ്പാതയിൽ കൂടെ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിനോടനുബന്ധിച്ച് ദേശീയപാതയിൽ വരുന്ന പല സൗകര്യങ്ങളുണ്ട്, അത് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള കുറേ അങ്ങാടികൾ ബൈപ്പാസ് മുഖാന്തരം കവർ ചെയ്ത് പോകുന്ന സമയത്ത് ഓർമ്മകളിലേക്ക് മറയുകയാണ്. അപ്പോൾ ഇതുപോലെ ദേശീയപാത 66 ബൈപ്പാസുകൾ വരുന്ന സമയത്ത് ഓർമ്മകളാവുന്ന അങ്ങാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.